എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചക്ക ഉടച്ചു വെച്ചതിൻ്റെയും ചൂരത്തല അവിയൽ വെച്ചതിൻ്റെയും ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ചൂരത്തലയും അതിൻ്റെ മുള്ളും എല്ലാം കൂടെ ചേർത്ത് 1 കിലോയുടെ അളവാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഒരു 3-4 വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതൊരു വലിയ ചൂര, 8 കിലോ വലിപ്പമുള്ള ചൂരയുടെ തലയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത 1 കിലോയുടെ അളവാണിത്. തലയുടെ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ മീനും ഇറച്ചിയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അതിൽ ബ്ലഡൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇതിൽ മീനിൻ്റെ കഷ്ണങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല, എല്ലാം തലയുടെ തന്നെ കഷ്ണങ്ങളാണ്. അതിനുള്ളിലുള്ള മീനും കൂടി ചേർത്താണ് എടുത്തിരിക്കുന്നത്. 4-5 തവണ നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ തലക്കറി തന്നെ പല തരത്തിൽ നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. ചിലത് പുളി വയ്ക്കാറുണ്ട്, ചിലർ തേങ്ങ അരച്ച് ഒക്കെ വയ്ക്കും. അപ്പം പല രീതിയിൽ നമുക്കിതിനെ തയ്യാറാക്കിയെടുക്കാം. കപ്പയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇത് നമുക്ക് പുളി വെച്ചെടുക്കുന്നതാണ് നല്ലത്. ഇവിടെ ചക്ക ആയതുകൊണ്ടാണ് ഞാൻ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറിയാക്കി എടുത്തത്. അത് ഉപ്പിട്ട് ഏകദേശം ഒരു 5 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4-5 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരുപാട് അരയാത്ത രീതിയിൽ അരച്ചെടുക്കാം. തലക്കറിക്ക് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അരയരുത്. നമ്മൾ അവിയലിനൊക്കെ അരച്ചെടുക്കുന്ന ആ പരുവം മതിയാകും. ഇനി അരച്ചെടുത്ത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് അതിലേക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് അടുപ്പിൽ വെച്ച് കൊടുത്ത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മാങ്ങയും തക്കാളിയും എല്ലാം കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഒരു മാങ്ങയും ഒരു തക്കാളിയും ഒരു 4 ഉണ്ടമുളകുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം മുരിങ്ങക്ക ഉണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. ഇതെല്ലാം കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങയ്ക്കയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു മണമാണ്. തക്കാളി മാങ്ങയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കറിക്ക് ഉണ്ടമുളക് തന്നെ ചേർത്ത് കൊടുക്കണം. മറ്റേ നമ്മൾ സാധാ പച്ചക്കറി മുളക് ഇട്ട് കൊടുത്താൽ അതിനൊരു മണം കിട്ടുകയില്ല. ഇതെല്ലാം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്ത് വയ്ക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്കയും മാങ്ങയും ഉണ്ടമുളകും തക്കാളിയും എല്ലാം ആ സമയത്ത് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം തലയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരുപാട് ലൂസായിട്ടുള്ള കറിയല്ല, അവിയൽ പരുവത്തിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രേവി കുറച്ചേ കാണുകയുള്ളൂ. അപ്പം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി മൂടി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കറി തിളച്ച് ഏകദേശം ഒരു 5 മിനിറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് മൂടി തുറന്നത്. അപ്പോൾ ഏകദേശമൊക്കെ ഒരു 1/4 പരുവത്തോളം കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി തുറന്ന് നോക്കാം. അപ്പോഴേക്കും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ചൂരത്തല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചക്ക വേവിച്ചെടുക്കാം. അതിനുവേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക അരിഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് കൂടെ കുറച്ച് ചക്കക്കുരുവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ചക്കയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 5 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് ചക്കയുടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ആ മിക്സി കഴുകി ഒരു ശകലം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരപ്പെല്ലാം ചക്കയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. പിന്നീട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒരു വിസിലേകുമ്പോൾ തീ ഓഫ് ചെയ്ത് എടുക്കാം. കുക്കറിനുള്ളിലെ പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഇതേപോലെ തുറന്ന് നമുക്കിതിനെ ഉടച്ചെടുക്കാം. കുക്കറിൽ വെച്ച് ഉടച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചക്ക തയ്യാറായി കിട്ടും. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമ്മളതിലേക്ക് ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ചക്കക്കുരു കഷ്ണങ്ങളും കാണും. ഇനി നമുക്കിതൊരു കുഞ്ഞൻ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചക്കയും റെഡിയായി കഴിഞ്ഞു. സൂപ്പർ കോമ്പിനേഷനാണ്. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.